അതെ ഞാനും പിന്നെ ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സും നമ്മുടെ ശ്രീ ബിജു JD സെക്രട്ടറിയും എല്ലാവരും ഇവിടുത്തെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രാഥമികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ ഇവിടുത്തെ സംഭവം എങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഉണ്ടാവും. ഞങ്ങളുടെ ഇപ്പോഴത്തെ വരെ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണ ഭാഗമായിട്ട് 34 പേര് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 9 persons ഡെഡാണ്. 5 പേരിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അവരൊക്കെ ഫാമിലി മെമ്പേഴ്സ്ക്ക് ഏൽപ്പിച്ചു. 2 പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദേ ആർ സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ. ബാക്കി 2 പേരുടെ അവരുടെ ഐഡൻറ്റിഫൈ ആയിട്ടില്ല. അവർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളിലെ 13 പേര് പോലും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ബാക്കി 10 പേര് വീട്ടിൽ പോയി. നേരത്തെ അവർക്ക് പരിക്കില്ലാതെ 2 പേർക്ക് പരിക്ക് കിട്ടിയതിന് ശേഷം അവർ കുറച്ച് ശുശ്രൂഷന് ശേഷം ദേ ഹാവ് ഗോൺ ബാക്ക് ടു ദെയർ ഹോംസ്. Now we have formed a major investigation team here. By 18 teams formed ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. To take care of this site here, we have one particular special team and another team has been formed under the for the investigation purpose. നമ്മുടെ ACP ക്രൈം ബ്രാഞ്ച് തൃശ്ശൂർ സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പുറമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിലേക്ക്. വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഹൗ ദ ഇൻസിഡൻറ്റ് happened and what type of steps we have to be taken there എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സമഗ്രമായിട്ട് അന്വേഷിക്കുന്നതാണ്. നമുക്ക് അതിന് ഇപ്പോഴും കൂടെ നമ്മൾ ബാക്കിയുള്ള സർവൈവേഴ്സായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രാക്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് ഒരു അസസ്മെൻറ്റ് വരാൻ പറ്റുന്നതാണ്. ഇതിനു മുമ്പ് നമുക്ക് ആൾറെഡി ഫോറൻസിക് ടീം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. കടാവർ ഡോഗ്സ് ഉപയോഗിച്ച് നമ്മൾ ബാക്കി ആരെങ്കിലും ഏതെങ്കിലും അവശേഷങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ ഫോറൻസിക് ടീം അവിടുത്തെ തെളിവുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് ബേസിസിലും പെസോയുടെ ഇൻവെസ്റ്റിഗേഷനും പോലീസ് ഇൻവെസ്റ്റിഗേഷനും ആയിട്ട് ശേഷം മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള നമ്മുടെ ശ്രമം അങ്ങനെയുണ്ട്. വി ഹാവ് റിക്വസ്റ്റഡ് ഞങ്ങളുടെ ടീംസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്ററിൽ കൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതെ 34 പേര് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇവരുടെ നമ്മുടെ ഈ രക്ഷപ്പെട്ട ആളുകളായിട്ട് ഇത് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പറ്റുന്നതാണ്. അവർ കുറച്ചിപ്പോൾ ദേ ആർ ഇൻ എ ലിറ്റിൽ ഷോക്ക്. അവരോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നതാണ്. അതിലേക്ക് നല്ല ആവശ്യം രീതിയിലുള്ള നമ്മൾ വിൽ കളക്ട് ദി ഡീറ്റെയിൽസ് ഫ്രം ദം. മോർ ഡീറ്റെയിൽസ് അവിടെ എടുക്കും നമ്മൾ. അതിൻ്റെ അവരുടെ സംസാരിക്കമാണ്. അത് കുറച്ച് പേർക്ക് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തെറ്റിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിന് മേ ബി ബൈ ആഫ്റ്റർനൂൺ വിൽ ബി ഏബിൾ ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ് അതിലേക്ക്. അതിന് സ്ത്രീകളുടെ കാര്യത്തിന് 3 സ്ത്രീകളുടെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തോ അതിൻ്റെ ആയിട്ടില്ല. അതിന് നമ്മൾ ശ്രമം നടക്കുന്നുണ്ട്. ഫോറൻസിക് ടീം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി വിദഗ്ധർ കൂടെ ചെയ്യാതെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിലേക്ക് ഇവിടെ എല്ലാം അവർ ആൾറെഡി നമ്മുടെ ടീംസ് പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നൗ ദേ ഹാവ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് സേഫ് ദ പ്ലേസ് ഈസ് സേഫ് ദെയർ. അവിടെ റിമെയിൻസ് ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് ദാറ്റ്സ് വാട്ട് വി ഫീൽ. മോസ്റ്റ് ലൈക്ലി ഇന്നോ അല്ലെങ്കിൽ നാളത്തേക്ക് ഇത് ഇവിടുത്തെ പൂർണ്ണമായിട്ട് തീർക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിലും അതുകൊണ്ട് തന്നെ കൂടുതൽ ടീം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കടാവർ ടീംസ് എല്ലാം വെച്ചിട്ട് ഡോഗ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ വി വാണ്ട് ടു കംപ്ലീറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ ഹിയർ ബൈ ടുഡേ ഈവനിങ് ആൻഡ് എക്സ്പെക്ട് ടുമോറോ ആഫ്റ്റർനൂൺ. ഇവിടെ തെറ്റില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.